മനുഷ്യക്കടത്തിന്റെ മറ്റൊരു ഇരയാണ് പുനലൂർ സ്വദേശിനി ചന്ദ്രലേഖ. വീട്ടുജോലിക്കാരായി പോകുന്ന സ്ത്രീകൾക്ക് 30 വയസ്സ് തികഞ്ഞിരിക്കണം എന്ന നിർബന്ധ വ്യവസ്ഥയിരിക്കെ 2015 ജൂലൈ മാസത്തിൽ വീട്ടുജോലിക്കായി കുവൈറ്റിലെത്തുന്നത്. സ്പോൺസറുടെ കഠിനമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ കുവൈറ്റ് എംബസിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ചന്ദ്രലേഖയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ അമ്മയിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ചന്ദ്രലേഖ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഭർത്താവ് എന്ത് ചെയ്യുന്നു? പോയി. മക്കളോ? 2 കുഞ്ഞുങ്ങളുണ്ട്. എത്ര വയസ്സായി? മൂത്ത മോന് 11 വയസ്സ്, രണ്ടാമത്തേന് 9 വയസ്സ്. 2 മകനാണ്. മക്കളാണ്. അത് നിങ്ങളുടെ കൂടെയാണോ? ഞങ്ങളുടെ കൂടെ. ഈ 2 വർഷത്തിലിടക്ക് അവിടെ ചെന്നപ്പോൾ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും ഒക്കെ ആയി. അങ്ങനെ പോരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഇപ്പോ കുവൈറ്റ് എംബസിയുടെ ഡിപ്പോർട്ടേഷൻ ക്യാമ്പിലുണ്ട് അല്ലേ? അത് ഇനി ഇല്ലാന്ന് പറയില്ല. അവിടുന്ന് അവർ ആർക്കെങ്കിലും കൊടുക്കോ? ഇല്ല. എല്ലാവരും പുറത്തു പോകുന്നു പറയുന്നുണ്ട് സാറേ. പക്ഷെ ഒരു പ്രാവശ്യം അവര് വിളിച്ചായിരുന്നു, കുഞ്ഞു വിളിച്ചായിരുന്നു ഞങ്ങളുടെ അടുത്ത്. വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മ ഇവര് പുറത്തു പോയി ജോലി ചെയ്യുന്ന പറയുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കള് പുറത്തെങ്ങും പോവരുത്, ഒന്നും പോകരുത്. ഞങ്ങള് പുതിയ പരിപാടിയാണ്. പ്രായം ചെന്ന ഒരു തള്ളയെ നോക്കണമെന്ന് ജോലിയായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം അവർ ലണ്ടനിൽ പോകണം, അവർക്കൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോളോട് പറഞ്ഞു, നീ നാട്ടിൽ പോകുന്നെങ്കിൽ ടിക്കറ്റ് എടുത്താൽ നിന്നെ നാട്ടിൽ വിടാൻ, ഞങ്ങൾ വരുമ്പോൾ തിരിച്ച് കയറി ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഡിസംബറിലായിരുന്നു സാറേ. അതുവരെ അവർ നല്ല രീതിയിലായിരുന്നു എൻ്റെ കുഞ്ഞിനെ നോക്കിയതും ആഹാരമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴും അവൾ ഡിസംബറിലെ ശമ്പളം കൈ വെച്ച് തന്നിട്ട് അതിലാണ് അവൾ ടിക്കറ്റ് എടുത്തും വെച്ച് ജനുവരിയിൽ അവൾ നാട്ടിൽ വന്നു. അതെ, ജനുവരി നാട്ടിൽ വന്നിട്ട് 2016 കഴിഞ്ഞ വർഷം ജനുവരി വന്നു. അപ്പോഴും വീണ്ടും അവർ മെയ് മാസമാണ് അവർ ലണ്ടനിൽ നിന്ന് വീണ്ടും കുവൈറ്റിൽ വന്നിച്ച് ഇവളെ വിളിച്ചു. അപ്പൊ അതുവരെ നല്ലതുപോലെ നോക്കിയതിന്റെ പേര് ഇവള് വീണ്ടും ടിക്കറ്റ് എടുത്തോണ്ട് അവള് വീണ്ടും കയറിപ്പോയി. അവര് നല്ലപോലെ നോക്കുന്നു. പിന്നാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. അവര് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ICUലാണ് ആ അമ്മ. അപ്പോൾ ICUലായതിൻ്റെ പേര് അവിടെ ആശുപത്രി ആളിനെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെടുത്ത് എന്നാൽ മോള് പറഞ്ഞ്, എൻ്റെ അദ്ദേഹത്തിന് സുഖമില്ലാതെ ആശുപത്രി അഡ്മിറ്റ് ആയിപ്പോയി. അന്നേരം ഞാൻ മോളെ ഇതുപോലെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞ്, മേഡത്തിൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് നാട്ടിൽ പോകണം, എൻ്റെ അച്ഛന് തീരെ സുഖമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിന്നെ കാശ് കൊടുത്തിട്ടാണ് ഇവിടെ ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചേക്കുന്നത്, നിന്നെ അങ്ങനെ വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇവള് കരഞ്ഞൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ്, നിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീട്ടിൽ കൊണ്ട് വിൽക്കുമെന്നും പറഞ്ഞ് വേറൊരു വീട്ടിൽ കൊണ്ടാക്കി. വേറൊരു വീട്ടിൽ രാഖി രമാനമാണ് എൻ്റെ മോളെ ആ മേഡവും അവരുടെ അനിയത്തിയും കൂടെ ചേർന്ന് 2-3 അടി അടിച്ച് വലിച്ച് ആ കാരണത്ത് കയറ്റി കൊണ്ടുപോയെന്ന് പറഞ്ഞായിരുന്നു. കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്നാണ് കുഞ്ഞ് എങ്ങനെയോ രക്ഷപ്പെട്ട് ഇവിടെ ആയത്. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളിൽ ഒന്നാണിത്. അതുകൊണ്ട് കുവൈറ്റ് എംബസിയോട് ഞങ്ങൾ വീണ്ടും പറയുന്നു, നിങ്ങളുടെ പണി കൃത്യമായിട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് വരുന്ന പൗരന്മാരായിട്ടുള്ള പ്രവാസികൾ ഞങ്ങളോട് പറയുന്നത്. ഒരാളല്ല നിങ്ങളെക്കുറിച്ച് പറയുന്നത്, പലരും പറയുന്നു. ദയവ് ചെയ്ത് ഇന്ത്യ അതിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നാടിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ് ഇന്ത്യൻ എംബസി എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. മഹത്തായ പാരമ്പര്യമുള്ള, സംസ്കാരമുള്ള, രാഷ്ട്രീയമുള്ള ഒരു നാടിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ചന്ദ്രലേഖ എന്ന് പറയുന്ന 2 കുട്ടികളുടെ അമ്മയാണ് അവർ. ഭർത്താവില്ല. അവർക്ക് മതിയായി. കുവൈറ്റിലെ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് ബഹുമാനായ അംബാസിഡർ. അതുകൊണ്ട് അവരെ നിങ്ങൾ നാട്ടിലേക്ക് അയക്കണം. ഇത് രേഖപ്പെടുത്തപ്പെട്ട ഒരു റെക്കോർഡാണ്. അവർ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് ഞങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെട്ട റെക്കോർഡായിട്ട് നിങ്ങളിത് സ്വീകരിക്കണം. അവരെ കഴിയുന്നത് വേഗം ഇത് പ്രക്ഷേപണം ചെയ്ത് ഒരാഴ്ചക്കകം അവരെ നാട്ടിലേക്ക് അയക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ എംബസിക്ക് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യൻ എംബസിയോട് തീർച്ചയായിട്ടും അത് നിങ്ങൾ പരിഗണിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി കുടുംബത്തെ ഞങ്ങൾ തിരിച്ചയക്കുകയാണ്.